ദിവസവും പറഞ്ഞു. എന്നാൽ ആ കോടതി പറയുകയാണ് സമർത്ഥയായ കൊലപാതകിയായിരുന്നു ഗ്രീഷ്മയെന്ന്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ് സമർത്ഥമായ ഒരു കൊലപാതകം എന്ന്. ഇപ്പോൾ ശിക്ഷ ഒന്നൊന്നായി ഇപ്പോൾ കോടതി പ്രസ്താവിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകലിൽ 10 വർഷം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 4 കുറ്റങ്ങളാണ് തെളിഞ്ഞത്. അതിൽ തട്ടിക്കൊണ്ടുപോകലിൽ 10 വർഷം ശിക്ഷ. അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടതിന് 5 വർഷം ശിക്ഷ കൂടി ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. ഒന്നൊന്നായി ശിക്ഷ വിധിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയതിൽ 10 വർഷം ശിക്ഷ. ഷാരോൺ രാജിനെ തട്ടിക്കൊണ്ടുപോയതിൽ 10 വർഷം ശിക്ഷ. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ഗ്രീഷ്മ നടത്തി. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ഷാരോൺ രാജ് എന്ന 23 വയസ്സുള്ള തന്റെ പ്രണയിതാവിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ നെയ്യാറ്റിൻകരയിൽ 22 വയസ്സുകാരിയായിരുന്ന ഗ്രീഷ്മ എന്ന കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. അപൂർവമായ കൊലപാതകം എന്ന വിശേഷണത്തിലേക്ക് നെയ്യാറ്റിൻകര ഷാരോൺ രാജ് വധക്കേസ് എത്തുകയാണ്. തീർത്തും ഞെട്ടിക്കുന്ന ഒരു വിധി പ്രസ്താവമെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. 11 ദിവസം വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മരണപ്പെട്ട, ആന്തരിക അവയവങ്ങൾ അഴുകി നശിച്ച നിലയിൽ മരണപ്പെട്ട ഷാരോൺ രാജിന്റെ കൊലപാതകത്തിൽ കുടുംബത്തിനൊടുവിൽ നീതി ലഭിക്കുന്നത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക്. വിഷം കലർത്തി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ നൽകിക്കൊണ്ടാണ്, വധശിക്ഷ നൽകിക്കൊണ്ടാണ് ഇതാ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിൻകര കോടതി. അരുൺകുമാർ, വിശദാംശങ്ങൾ. പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നു. വിധി കേട്ട് ഗ്രീഷ്മ ഒരു പ്രതികരണവുമില്ലാതെയാണ് കോടതിയിൽ നിൽക്കുന്നത്. ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും കോടതിക്കുള്ളിൽ ഈ വിധിന്യായം കേട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പരമാവധി ശിക്ഷ നൽകണം, ആ ശിക്ഷാവിധി നൽകണം. കാരണം ഒരു ഘട്ടത്തിലും മാനസാന്തരം ഉണ്ടാകാൻ ഉള്ള ഒരു പ്രതിയല്ല ഈ ഗ്രീഷ്മ. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം. പ്രായമോ ഉന്നത വിദ്യാഭ്യാസമോ ഏതെങ്കിലും ഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു നല്ല വ്യക്തിയായി ജയിലിൽ നിന്നും പുറത്തു വരുമെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദത്തെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് നേരത്തെ നിരീക്ഷണങ്ങൾ നടത്തിയത്. കാരണം വധശ്രമ കുറ്റം കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു ജ്യൂസ് ചലഞ്ചിലൂടെ വധശ്രമം നടത്തി, അതിൽ ഷാരോൺ വിജയിച്ചു. പക്ഷേ വിശ്വസിച്ച, ജീവതുല്യം സ്നേഹിച്ച ഗ്രീഷ്മ ഷാരോണിനെ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളത്തിൽ അസാധാരണമായിട്ടാണ് ഒരു കൊലക്കുറ്റത്തിൽ തൂക്കുകയർ വിധിക്കുന്നത്. ഇതേ കോടതി തന്നെയാണ് മുല്ലൂക്കര ശാന്ത വധക്കേസിൽ തൂക്കുകയർ വിധിച്ചത്. ഏറ്റവും ഒടുവിൽ 2022 ഒക്ടോബർ മാസം 14 തീയതി ഷാരോൺ എന്ന 23 വയസ്സുകാരന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത കേസിൽ പിന്നീട് 12-ാം ദിവസം ഷാരോൺ രാജ് മരണപ്പെടുകയാണ്. ഈ കേസിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. KG കമലേഷ്, വലിയ ശിക്ഷാവിധിയാണ് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നേരുന്നു അനൂപ് ഈ ഒരു കോടതിയിലെ വിധി പ്രസ്താവം പോയത്. പ്രായം പ്രശ്നമല്ല, ഈ ഒരു ക്രൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ആ കുറ്റകൃത്യം ചെയ്ത രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ മെസ്സേജ് കൊടുക്കാനുള്ള സൂചന എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ ഈ വിധി പ്രസ്താവത്തിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തൂക്കുകയറിലേക്ക് പോകുമോ എന്നുള്ളത്. അത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും രാജ്യത്ത് വധശിക്ഷയ്ക്കെതിരെ പല രീതിയിൽ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ പലതരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയം കൂടിയാണ്. കോടതികൾ പലപ്പോഴും അത്തരത്തിൽ ഏറ്റവും പരമാവധി ശിക്ഷ വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിലേക്ക് മാത്രമാണ്. ഇത് ആ തരത്തിലുള്ള കേസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നിർണായകമായ വിധി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ കോടതി മുറിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ നൽകാൻ MK ഷിജു അരുൺകുമാറിനൊപ്പം തയ്യാറാണ്. നമ്മൾ 307 വകുപ്പിന്റെ കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് ഇത് എപ്പോഴും നമ്മൾ അപ്പോഴും തന്നെ അന്വേഷണം ചാർജ് ചെയ്ത് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് എപ്പോഴും അത് കോടതി ഇത് പരിഗണിക്കുമെന്നും കോടതി ഇത് ഒരു ആന്റിസിഡന്റ് ആയിട്ട് കാണുമെന്ന് നമുക്കറിയാൻ പറ്റും. അത് ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും അന്ന് കോടതി ഇത് മനസ്സിലാക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ വിധിയിൽ പൂർണ്ണമായി സംതൃപ്തരാണ്. കാരണം പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരള പോലീസിനെ അഭിനന്ദിക്കുക കൂടി ചെയ്ത ഈ കേസിലേക്ക് നമുക്ക് വളരെയധികം അഭിമാനത്തോടെയാണ് ഈ കേസ് കാണുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് വന്നത്. തീർച്ചയായിട്ടും ദിവീഷ്, കാരണം പോലീസിന് കൃത്യമായി അഭിമാനിക്കാം. കാരണം എല്ലാ തെളിവുകളും ഒന്നും അവരുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷന്റെ മുമ്പിലേക്ക് കേസ് എത്തുമ്പോൾ ആദ്യം ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ പ്രതി, ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി മാറിയ ക്രിമിനൽ ഗ്രീഷ്മേത ഇപ്പോൾ പോലീസ് അകമ്പടിയിൽ കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിർവികാരതയോടെയാണ് ഈ വധശിക്ഷ പ്രഖ്യാപനം ഗ്രീഷ്മ കേട്ടതെന്നാണ് കോടതി മുറിക്കുള്ളിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് നമുക്കറിയാം വധശിക്ഷയാണ്, പരോൾ പോലും ലഭിക്കില്ല. 39 പേര് നിലവിൽ കേരളത്തിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. 2024 മെയ് മാസത്തിൽ ശാന്തകുമാരി കൊലക്കേസിൽ ഇതേ കോടതി, ഇതേ ജഡ്ജി തന്നെ റഫീഖ എന്ന വനിതയ്ക്കും വധശിക്ഷ വിധിച്ചിരുന്നു. അവരും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയുന്നു. ഇപ്പോൾ ഇതാ 1 വർഷം പിന്നിടുമ്പോൾ രണ്ടാമത്തെ കേസിലും നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് അടുത്ത വനിതയ്ക്കും വധശിക്ഷ വന്നിരിക്കുന്നു എന്നുള്ള അപൂർവത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. സ്വാഭാവികമായും ഇനിയും പരോൾ ലഭിക്കത്തില്ല. തുടർ നടപടികൾ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും ഗ്രീഷ്മ. എങ്കിൽ തന്നെയും ഇത്രയും കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല കേരളം. വധശിക്ഷ നടപ്പാക്കാതെ തന്നെയാണ് ഈ 40 പേർ ഇപ്പോഴും ജയിലുകളിൽ കഴിയുന്നത്. അവരിൽ ഒരാളായിട്ട് ഗ്രീഷ്മയെ മാറിയിരിക്കുന്നു. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വിചാരണയായാലും അതോടൊപ്പം തന്നെ ഏകാന്തവാസവും എല്ലാമാണ് ഇനിയും ഗ്രീഷ്മ എന്ന വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ വധശിക്ഷാ പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ ഷബ്നം അലിയാണ്. അവർ 24 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവർ ആ കുറ്റകൃത്യം ചെയ്തത്. കൂട്ടക്കൊലപാതകമായിരുന്നു. അവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും അത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. 1955 രത്തൻ ഭായ് ജെയിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. ആ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു വനിതയെ മാത്രമേ അങ്ങനെ തൂക്കിക്കൊന്നിട്ടുള്ളൂ. അതിനുശേഷം ശിക്ഷാവിധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നടപ്പിൽ വരുത്തിയിട്ടില്ല. ഷബ്നം അലി പിന്നീട് ഗർഭിണിയാവുകയും തുടർന്ന് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിക്കൊണ്ടുപോവുകയുമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിൽ തന്നെ വനിത, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വനിതയായി കൂടി മാറുകയാണ് ഗ്രീഷ്മ. 24 വയസ്സാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പ്രായം. അതായത് 21 വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെയൊരു ക്രൂരമായ കൊലപാതകം ഗ്രീഷ്മ നടത്തുന്നത്. ഗ്രീഷ്മയെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കേസിൽ ഉൾപ്പെട്ട 111 ദിവസം ജാമ്യമില്ലാതെ കഴിഞ്ഞ ഗ്രീഷ്മ പിന്നീട് ഹൈക്കോടതിയിൽ പോയി ജാമ്യം ലഭിച്ച് പുറത്തുപോയി. 3 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ ഇതാ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കനത്ത പോലീസ് ബന്ദോബസ്തിൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയും ഗ്രീഷ്മ പുറം ലോകം കാണണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മേൽക്കോടതികളിലൊക്കെ പോയാൽ തന്നെയും ഒരു വിചാരണ കോടതിയുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ ആ വിധിന്യായത്തിന് മുകളിലേക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും തെളിവുകളോ മറ്റോ ഇനിയും ഉണ്ടായി വരുമോ എന്നുള്ളതോ. അതുമാത്രമല്ല, അപൂർവങ്ങളിൽ അപൂർവമായ കേസ് പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വധശിക്ഷ വിധിക്കുന്നു. ആ വധശിക്ഷയെ മറികടക്കുവാൻ വേണ്ടി തുടർ നടപടികളുമായി ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് അഭിഭാഷകർ പോയാൽ തന്നെയും നമുക്ക്